വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നമ്മള് കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ അനുഗ്രഹവും നമ്മൾ അനുഭവിക്കാം. അനേകം മക്കൾക്ക് ഇന്ന് വരാൻ സാധിച്ചില്ല. പ്രതികൂലമായ കാലാവസ്ഥയാണ് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ട് കർത്താവിന് നമ്മളെ കാണണമായിരുന്നു. ഗോഡ് വാണ്ട്സ് ടു മീറ്റ് us. കർത്താവിന് നമ്മളെ കണ്ടുമുട്ടണമായിരുന്നു. കർത്താവിൻ്റെ മീറ്റിംഗ് അനേകർക്ക് വരാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ പോയല്ലോ. പക്ഷെ ദൈവം നിന്നെ പ്രത്യേകം ദൈവത്തിന്റെ ഒരു സ്നേഹം, പ്രത്യേക സ്നേഹം, കരുതലുള്ള സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മൾ നല്ല ഇടയന്റെ ഉപമ, നല്ല ഇടയന്റെ ഉപമയാണോ സംഭവമാണോ ഈശോ? നല്ല ഇടയനാകുന്നത് കർത്താവ് നമ്മളിങ്ങനെ സ്നേഹിക്കുക. ഇടയന് ഇഷ്ടമുള്ള കുറച്ച് ആടുകളില്ലേ, ആടുകളായി നീ കൂട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഇടയൻ തോളിലെത്തുന്ന ആടുകള്, ഇടയൻ കളിക്കുന്ന ആടുകള്, ഇടയൻ തലോടുന്ന ആടുകള്, ഇടയന്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന ആടുകള്. നീ നിന്നെ പറ്റി യോഹന്നാൻ പറഞ്ഞില്ലേ, യോഹന്നാണ് ഈ നല്ല ഇടയന്റെ കാര്യമൊക്കെ എഴുതി വെക്കുന്നത്. യോഹന്നാൻ പറയുന്നത് എങ്ങനെ? യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നവരെക്കാളൊക്കെ കൂടുതൽ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ വിളിച്ചേ. അനുഭവം, ദൈവാനുഭവം. ദൈവം കൈവിടില്ല എന്ന് സാക്ഷ്യം പറഞ്ഞ പലരും പറഞ്ഞു. എനിക്കറിയായിരുന്നു ദൈവം അനുഗ്രഹിക്കും. I knew it. ആ ചേച്ചി പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലായിരുന്നോ? ഞാൻ തുടങ്ങിയ അന്ന് തന്നെ ഞാൻ സാക്ഷ്യം എഴുതി വെച്ചു. എന്തൊരു അത് സംഭവിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന അന്ന് തന്നെ സാക്ഷ്യം എഴുതിയ കർത്താവേ, ഈ അനുഗ്രഹം തന്നതിന് നിനക്ക് നന്ദി. നിനക്ക് നന്ദി. നീ എന്നെ അനുഗ്രഹിച്ചല്ലോ. നീ എന്നെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥിക്കണ ദൈവമേ, നീ എന്നെ അനുഗ്രഹിച്ചത് നീ എന്നെ അനുഗ്രഹിക്കണേ എന്നല്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അവിടുന്ന് കേട്ടു എന്നൊക്കെ യെശയ്യായിലെ വചനമില്ലേ, യെശയ്യാ 64 തോന്നല്ലേ. നമ്മൾ വിളിക്കുന്നതിന് മുമ്പേ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മുടെ ആവശ്യം അറിഞ്ഞു കഴിഞ്ഞു. മകള് എത്ര വലിയൊരു ആനന്ദമാണ് ഈ ദൈവവിശ്വാസം. മനുഷ്യ ജീവിതത്തിൽ എത്ര വലിയൊരു ആനന്ദമാണ് ഈ ദൈവവിശ്വാസം. എത്ര വലിയൊരു ആനന്ദമാണ് ഈ ദൈവവിശ്വാസം. പറഞ്ഞേ ധൈര്യമാണ് ദൈവമകളെ. എന്നല്ലേ പത്രോസിനെ കടലിന്റെ മുകളിൽ കൂടെ നടക്കുക, ഗലീലി കടലിന്റെ മുകളിലൂടെ പത്രോസ് നടക്കുന്ന ആലോചിച്ച് നോക്കിയേ. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യന്റെ കടലിന്റെ മുകളിൽ കൂടെ നടന്നു പറ്റുക ദൈവപുത്രൻ ഈശോ തമ്പുരാൻ. പക്ഷെ ഒരൊറ്റ മനുഷ്യൻ കടലിൽ മീൻ നടന്ന ഒറ്റ പത്രോസ്. നമ്മളെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ ഈശോ നടന്നതുപോലെ നടക്കാൻ. ആദ്യത്തെ പാപ്പായുടെ അനുഭവം കൊണ്ട് കടലിന്റെ മുകളിൽ കൂടെ നടക്കുക. ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുക. ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നമ്മൾ ധ്യാനിച്ചത്. ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങളാണ് ധ്യാനിക്കുന്നത്. പ്രാർത്ഥിക്കുക. 15 നോയമ്പിന്റെ ദിവസം സാധിക്കുന്ന ഒരു നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് വരെ നോയമ്പെടുത്തില്ലെങ്കിൽ ഇന്ന് നോയമ്പ് ആരംഭിക്കുക. മാതാവിന്റെ സ്വർഗ്ഗാരോപണ തിരുനാള്, തൊടുശിവനാളിന്റെ ജനന തിരുനാൾ, 2 കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ ആരംഭിച്ചാൽ മതി. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കും മക്കളെ. പിന്നെ അഭിഷേകം പ്രാപിക്കാൻ അനുഗ്രഹം നമ്മൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച 13, 14, 15, 13, 14 തീയതികളിൽ വൈകിട്ട് 5 മണിക്ക് നമുക്ക് കുർബാനയും നൊവേന ആരാധനയും ഉണ്ടാകും. 15-ാം തീയതി പുണ്യാളന്റെ പിറന്നാൾ ദിവസം രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും 2 ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. വചന
ധ്യാനത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം തിരുവചനം പറയുകയാണ്, ഇതാ ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് സകലരും രക്ഷിക്കപ്പെടണം, സകലരും രക്ഷിക്കപ്പെടണം. ആരും നഷ്ടപ്പെട്ടു പോകില്ല, ആരും നഷ്ടപ്പെട്ട ഇന്ന് ഈ കൂടാരത്തിൽ നിങ്ങളെങ്കിലും മിനിമം ഇത് അറിഞ്ഞിരിക്കണം. ഞാൻ രക്ഷപ്പെടണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുക. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല. നമ്മളോട് ഒരു ചില സാക്ഷിയുടെ മനോഹരമായ സാക്ഷ്യവും കേൾക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് കഴിഞ്ഞ മുമ്പിലത്തെ പെരുന്നാളിന് ഈ മകള് അവളെ അധ്യാപകൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ചോദിച്ചാൽ എൻ്റെ കുട്ടിയായിരുന്നു. അവളുടെ അമ്മയ്ക്ക് ക്യാൻസറാണ്. ഞങ്ങളൊരു ഹൈന്ദവ കുട്ടി അവളെ പിറ്റേ ദിവസം അമ്മയായിട്ട് വരിക. ഇന്ന് അവൾ സാക്ഷ്യപ്പെട്ടത് 1 മാസം പോലും ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞ അമ്മ 1.5 വർഷം കഴിഞ്ഞു നല്ല സുഖമായിട്ട് ഓടി നടന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആ മകളെ സാക്ഷ്യപ്പെടുത്തുക. നമ്മള് സത്യത്തിൽ ഒരു അത്ഭുതം ഉണ്ടെന്ന് നിന്റെ ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ വചനത്തെ നമ്മൾ വായിച്ചതുപോലെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു നിധിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട് മക്കളെ. ഒളിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിയാമോ? കർത്താവ് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് അറിയാമോ? ഇനിയും അണേർത്ത് ചെയ്യേണ്ട, കുഴിച്ചെടുക്കേണ്ട, ഡിഗ് ചെയ്തെടുക്കേണ്ട ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഉണ്ട്. നമ്മൾ ഈ ഡിഗ് ചെയ്തെടുക്കുന്ന നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസവും ഈ ചൊവ്വാഴ്ച വെള്ളമൊക്കെ ആയിട്ട് ഒറ്റ വഴിയുള്ള ആ വഴി കൂടെ ഇവിടുന്ന് 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പക്ഷെ ഇന്ന് വന്നത് 50 കിലോമീറ്റർ ചുറ്റിയാണ്. നമ്മളെ ഷായിച്ചാന്റെ കഥയാ പറയണത്. 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പക്ഷെ തിരിച്ച് നീണ്ടൂരൊക്കെ കറങ്ങി അങ്ങോട്ട് വന്ന് കല്ലറ വഴി കറങ്ങി രാവിലെ 4 മണിക്ക് ഇവിടെ വരിക. ദൈവവേദനം, ദൈവത്തിന്റെ ഒരു പ്രതിഫലം ആ മകനുണ്ടെന്നുള്ള ഉറപ്പുള്ള കാര്യമല്ലേ? വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ പോലെ. പക്ഷെ പണ്ണിന്റെ ഉത്തരവാദിത്വം ഷായിച്ചാനാ. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് അത്രയും ദൂരം വണ്ടി ഓടിച്ച് 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കറങ്ങി ചുറ്റി ഇവിടെ വന്ന് ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം വലുതരും മക്കളെ. മനുഷ്യൻ കാണുന്നൊന്നും അല്ല ദൈവം കാണുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ആത്മാവും നമ്മുടെ മനസാക്ഷിയും നമ്മുടെ ആത്മാർത്ഥതയ്ക്കും ഒക്കെ ദൈവം തരുന്നൊരു പ്രതിഫലമുണ്ട്. എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചിന്ത പറയട്ടെ, നമ്മുടെ ആത്മാർത്ഥതയില്ലായ്മ കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തത്. നമ്മുടെ വിശ്വസ്തതയില്ലായ്മ കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നത്. നമ്മുടെ ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുന്നത്. നമ്മുടെ വിശ്വസ്തതയില്ലായ്മ കൊണ്ടാണ് പല ദുരന്തങ്ങളും ദുരിതങ്ങളും. ചിലരുടെയൊക്കെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഓർക്കും, ദൈവമേ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, അല്പം കൂടെ വിശ്വസ്തയോടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ, അല്പം കൂടെ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടായേനെ. പക്ഷെ ആത്മാർത്ഥത നിനക്ക് കൈമോശം വന്നത് കൊണ്ട് വെറുതെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയൊന്നും ഇല്ല. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ മരിക്കണമെങ്കിൽ മരിക്കാനുള്ള ഒരുക്കത്തിന്റെ പേര് ആത്മാർത്ഥത. മരിക്കണമെങ്കിൽ മരിക്കാനുള്ള ഒരുക്കത്തിന്റെ പേര് ജീവൻ കളഞ്ഞു. സൗകര്യങ്ങളും എന്റെ സുഖങ്ങളും എന്റെ കാര്യങ്ങളും ഒക്കെ മാറ്റി അല്ലെന്ന്. എന്റെ സൗകര്യങ്ങളും എന്റെ സുഖങ്ങളും എന്റെ താല്പര്യങ്ങളും ഒക്കെ പരിഗണിക്കാതെ നല്ലയുടെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. കണക്ക് കൂട്ടാത്തവൻ ചെന്നായുടെ മുമ്പിലേക്ക് ചാടി വീഴുന്ന ആട്ടിടെ എന്ത് കണക്കാ കൂട്ടുന്നത്? അവനൊരൊറ്റ കണക്കേ ഉള്ളൂ, ആടുകളുടെ ജീവൻ. എന്റെ ആടുകൾക്ക് ഒരു അപകടം വരില്ലെന്ന് പറഞ്ഞ് മുറിവേൽക്കുന്ന ഒരു ഇടയൻ. ഇതാ തിരുവചനം പഠിപ്പിക്കുക, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരുന്നു. എല്ലാവരും സകല ജനങ്ങളും സുവിശേഷം അറിയണം മക്കളെ. ഇത് ജാതിയും മതവും വർഗീയതയും അല്ല മക്കളെ ഈ വിഷയം. നമുക്ക് ദൈവം എന്ന് പറഞ്ഞ ജാതിയും മതവും വർഗീയതയും. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാ ജാതി. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാ ജാതി. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാണ് വർഗീയത. പറയട്ടെ, മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാണ് മതം. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാണ് മതം. മനുഷ്യന്റെ ആത്മാർത്ഥതയുടെ പേരാണ് ആത്മീയത. മനുഷ്യന്റെ ആത്മാർത്ഥതയുടെ പേരാണ് ആത്മീയത. നമ്മള് മതത്തെ
മതത്തിന്റെ ഒക്കെ മതില് കെട്ടിക്കൊണ്ടിരിക്കുക മക്കളെ. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാ മതം. മനുഷ്യന്റെ പോഷത്തരത്തിന്റെ പേരാ മതം. ഒരു മതില് കെട്ടി അതിനകത്ത് ദൈവം ഇറങ്ങിയിരിക്കുമെന്നൊക്കെ ധ്യാനിക്കുന്നത് പക്ഷെ അല്ലാത്ത പോഷത്തരവും മക്കളെ. മതിലുകൾ പൊളിച്ചു കളയുന്ന, ഈ കൂടുകൾ പൊളിച്ചു കളയുന്ന, ഈ കൂടിൽപ്പെടാത്തവയും എൻ്റെ ആടുകളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു കരുതലുണ്ട്. എല്ലാ മക്കളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാവട്ടെ. ഭാരതത്തിൽ ഇന്നും 2% മാത്രം ക്രിസ്ത്യാനികളെ ഉള്ളെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വർഗീയതയുടെ പ്രസ്താവനയായിട്ട്, വർഗീയതയുടെ പ്രസ്താവനയൊന്നും അല്ല മക്കളെ. ഫെയിൽഡ് ക്രിസ്ത്യാനിറ്റി, തോറ്റുപോയ ക്രിസ്ത്യാനികളുടെ കഥയാണ് 2% എന്നൊക്കെ പറയുന്നത്. ഭാരതത്തിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ തോറ്റുപോയ ക്രിസ്ത്യാനി എന്ന് തന്നെയാണ് അർത്ഥം. അനങ്ങുന്നില്ലല്ലോ. ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ തോറ്റുപോയ ക്രിസ്ത്യാനി എന്ന നിനക്ക് കിട്ടിയ ദൈവാനുഭവം നീ മര്യാദക്ക് ജീവിച്ചിരുന്നെങ്കിൽ, നീ സ്വീകരിച്ച ദിവ്യകാര്യം നീ നേരെ ചൊവ്വ ജീവിച്ചിരുന്നെങ്കിൽ, നീ കേട്ട സുവിശേഷം നീ 4 ആളോട് പറഞ്ഞിരുന്നെങ്കിൽ, ഈ ദേശം മുഴുവൻ സുവിശേഷം കൊണ്ട് നിറഞ്ഞ നിന്റെ ആനന്ദം നീ ഒന്ന് പങ്കുവച്ചിരുന്നെങ്കിൽ, ക്രിസ്ത്യാനിയായിരിക്കുന്നതിന് ആനന്ദം, ഒരു ദൈവ പൈതലായിരിക്കുന്നതിന്റെ ആനന്ദം, ഒരു പുരോഹിതനായിരിക്കുന്നതിന്റെ ആനന്ദം. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ച് കളയാറില്ലേ? ഇടവകയിൽ നിന്നൊക്കെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ആളുകളെ വെളിയിലാക്കി കളയില്ലേ? അവൻ കുടുംബ കൂട്ടായ്മയ്ക്ക് വരുന്നില്ല, അവൻ കള്ളു കുടിക്കുന്നവനാണ്, അവൻ തോന്നിയാസിയാണ്. മനുഷ്യരെ മാറ്റി നിർത്താൻ നീ ആരാണ് കുഞ്ഞെ? നിന്റെ ദൈവം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ മനുഷ്യനെ ചിന്തിക്കുന്ന ഒരു വിഷയമായത് കേട്ടോ. നമ്മൾ ഒരുപാട് മനുഷ്യരേക്ക് എങ്ങനെ മാറ്റി നിർത്താറുണ്ട്. പക്ഷേ നമുക്ക് മാറ്റി നിർത്താൻ അവകാശമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ ആരെയാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്? ഹല്ലേലൂയ. എല്ലാവരെയും ചേർത്ത് പിടിക്കാനായി. അവ എന്റെ സ്വരം ശ്രമിക്കും, അങ്ങനെ ഒരാട്ടിൻ പറ്റും. ദൈവമക്കളെ മാറ്റി നിർത്തുന്നതല്ല, മാറിപ്പോകുന്നത്. ദൈവ പൈതൽ നിന്റെ ഉള്ളിലേക്ക് സത്യമായിട്ടും ദൈവത്തിന്റെ വചനം കടന്നു വന്നാൽ, സത്യമായിട്ടും ആത്മാവിനെ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ, നീ ദൈവഹിതത്തിന് നിന്നെ തന്നെ സമർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിൽ വിസ്മയങ്ങൾ ആരംഭിക്കും. നിന്റെ കാതുകൾ ദൈവവചനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോ, നിന്റെ ആത്മാവ് ദൈവവചനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുമ്പോ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ. അത്ഭുതം നടക്കാനല്ല മക്കളെ പ്രാർത്ഥിക്കേണ്ടത്, ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല പ്രാർത്ഥന. ദൈവമേ, നിന്റെ വചനങ്ങൾ എന്റെ കാതുകൾക്ക് ഇമ്പമായി മാറട്ടെ. ദൈവമേ, നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമായി മാറട്ടെ. കർത്താവേ, നിന്റെ വചനങ്ങൾ എന്റെ വായിൽ തേൻ പോലെ മധുരിക്കട്ടെ. ഈ അനുഭവത്തിന് പേരാ മക്കളെ ദൈവം ഇടയനായി മാറുന്ന അനുഭവം. ദൈവം ഇടയനായി മാറുന്ന അനുഭവം ഇതാ. ഹല്ലേലൂയ. ഉള്ളിലുണ്ടെന്ന ഒരു കൃപ, എത്ര വലിയ കൊടും പാപിയുടെ ഉള്ളിലുമുണ്ടെന്നേ ഒരു വിശുദ്ധിയുടെ കടാവിളക്ക്. മക്കള് ദൈവത്തെ വേണ്ടാത്തത്? ഏത് നിരീശ്വരവാദിക്കാ ദൈവത്തെ വേണ്ടാത്തത്? അറിയാതെ അവനും വിളിക്കും, അറിയാതെ അവനും സ്വപ്നം കാണും, അവനെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ. ഹല്ലേലൂയ. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. കർത്താവേ, ക്രിസ്തുവേ, ക്രൂശിതനെ, നീയാണ് എൻ്റെ ഇടയൻ. ഹല്ലേലൂയ. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതല്ല. ഈശോ പറയും, ഈശോയുടെ ബോധ്യമാണ്, ഐ ആം നോട്ട് ലോസ്റ്റ്. ക്രിസ്തുവിലായിരിക്കും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല മക്കളെ. ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു തകർച്ചയോ ദുരന്തമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരു ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ദൈവ പൈതൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, കുരിശിൽ അത്ഭുതം ചെയ്തവന്റെ പേരാണ് ക്രിസ്തു. കുരിശിൽ അത്ഭുതം ചെയ്തവന്റെ പേരാണ് ക്രിസ്തു. നിന്റെ ജീവിതമാകുന്ന കുരിശില് നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. എനിക്കറിയാം, ഇറ്റ് ഈസ് നോട്ട് ഗോൺ. ഈ ജീവിതം വെറുതെ ഒന്നും ആയിട്ടില്ല മക്കളെ.
ഹല്ലേലൂയ. 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 തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവിനറിയാം എൻ്റെ ജീവിതം എന്താ, ഞാൻ എന്താ, ഐ നോ വാട്ട് ഐ ആം ഡൂയിങ്. നിനക്കറിയാമോ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്? നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അവിടുത്തെ വചനം നിനക്ക് ആസ്വാദ്യമായി മാറുമ്പോൾ, ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെരുമഴ പോലെ പെയ്യുന്നത്. ദൈവത്തിന്റെ നദി സ്വർഗത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നതിന് പേരാ നിന്റെ പ്രാർത്ഥന. ക്രിസ്തു സ്വയം ബലിയായി മാറി. ക്രിസ്തുവിനെ ആരും പിടിച്ചു കെട്ടിയതല്ല മക്കളെ, ക്രിസ്തുവിനെ ആരും ബലിയർപ്പിച്ചതല്ല, ക്രിസ്തു സ്വയം ബലിയായി മാറി. ഏതൊരു ജീവിതം ബലിയായി മാറുന്നുവോ ആ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഏതൊരു ജീവിതം ബലിയായി മാറുന്നുവോ അത് ക്രിസ്തുവിന്റെ ജീവിതമായി. ആരെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ബലിയർപ്പിക്കാനുള്ളവരല്ല നമ്മള്. നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കണം മക്കളെ. രാവിലെ മുതൽ ധ്യാനിച്ചു വരുന്ന ആ നല്ല ഇടയന്റെ മുഖം, മുറിവുകളുള്ള ഇടയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് ധ്യാനിച്ചായിരുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല. നിങ്ങളെ ആരും നിർബന്ധിച്ചല്ലല്ലോ ഇന്നിങ്ങോട്ട് കൊണ്ടുവന്നത്. രാവിലെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ കൂട്ടതാങ്കിൽ രാവിലെ വന്നിട്ട് ആ കസേര വന്നിരുന്നു, അവിടുന്ന് പിന്നെ പോയിട്ടില്ല. രാവിലെ മുതൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന നിന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ നീ വന്നത്. നിന്റെ ഉള്ളില് നിന്റെ ആത്മാവ് നിന്നിൽ നിന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലിരുന്ന് നിന്നെ പ്രചോദിപ്പിച്ചപ്പോ നീ ഇവിടെ വന്നിരിക്കുക. എന്തിനോ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്, എന്തോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്. മക്കളെ, നിന്റെ ഹൃദയത്തിൽ എന്തോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. നീ ആലയത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ ഈ ആലയത്തിൽ ഇപ്പോഴിരിക്കുമ്പോൾ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ കാര്യം കൊണ്ടിരിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല. ഞാനത് സന്തോഷം ഉജ്ജിരിയോടെ സഹനങ്ങളൊക്കെ ആരും അടിച്ചേൽപ്പിച്ച് ഞാൻ കൈനീട്ടി വാങ്ങിച്ചതാണ്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ ദൈവം തന്നതാണ്. എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. യോഹന്നാന്റെ യാത്ര എങ്ങനെയാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു യാത്ര ചെയ്യുന്നത് കണ്ടോ? സ്വന്തം അവന്റെ ബലിയൊക്കെ ഒരു ആനന്ദമായി മാറുക. ജീവിതത്തിലെ സഹനങ്ങളൊക്കെ അവന്റെ ഉത്സവ വിളക്കുകളായിട്ട് മാറുക. സഹനങ്ങളൊക്കെ ഉത്സവ വിളക്കായിട്ടൊക്കെ കാണാൻ പറ്റുമോ മക്കളെ? ഒരുപാട് ഭയപ്പെട്ട് രോഗത്തെ നമുക്ക് ഭയമാണ്, ദുരിതങ്ങളെ നമുക്ക് ഭയമാണ്. പക്ഷെ രോഗങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഉത്സവ വിളക്കുകളാക്കി മാറ്റാൻ ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഇതൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മക്കളെ പറയുന്നത്. എത്ര വലിയൊരു സ്വാതന്ത്ര്യത്തിലാണ് ജീവിതത്തിൽ ഓരോന്നും. ഇറ്റ്സ് നോട്ട് ലോസ് മക്കളെ. ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുമ്പോൾ നിനക്കൊന്നും നഷ്ടം. അത് എപ്പം വേണേലും കർത്താവ് തിരിച്ചു തരും. നിനക്ക് എപ്പം വേണേലും കർത്താവ് തിരിച്ചു തരും. പൈതലെ, നീ അർപ്പിക്കുന്ന ബലിയായിട്ട് നിന്റെ ജീവിതത്തെ കാണാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? സങ്കടമൊന്നും ഭാരമല്ലെന്നേ. എന്റെ ആരാധനയായിട്ട് എന്റെ സങ്കടങ്ങളെ മാറ്റണം. ജീവിതത്തിൽ ഒരു ദുഃഖം വരുമ്പോൾ അതെന്റെ ആരാധനയായിട്ട് മാറണം. നോക്കിയേ, മുറിവുകളൊക്കെ ഉത്സവ വിളക്കുകളായിട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ എന്റെ ആരാധനയായിട്ട് ഒരു സങ്കടമൊക്കെ വരുമ്പോൾ ദൈവമേ നന്ദി എന്നൊക്കെ പറഞ്ഞ് കരങ്ങൾ ഉയർത്താൻ പറ്റുമോ? ദൈവമക്കളെ, ഈ നല്ലയിടയെ നമ്മളെ പഠിപ്പിക്കും. നമ്മൾ തോറ്റുപോയല്ലോ ദൈവമേ, എന്നാലും നീ എന്നെ ഉപേക്ഷിച്ചല്ലോ. എന്നാലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം എന്നെ ഉപേക്ഷിച്ചതല്ല, ദൈവം എന്നെ സ്നേഹിക്കുന്നതാണ്. എൻ്റെ ഉത്ഥാനത്തിന്റെ വഴികളിൽ ഞാൻ കടന്നു പോകേണ്ട പീഡാനുഭവത്തിന്റെ അനുഭവങ്ങളായത്. എൻ്റെ ഉത്ഥാനത്തിന്റെ വഴികളിൽ എനിക്ക് സംഭവിക്കുന്ന പീഡാനുഭവത്തിന്റെ കാഴ്ചകളാണ് എൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങൾ. ആരും എന്നിൽ നിന്ന് ദൈവങ്ങളെ സ്വന്തം ആരാധനയായിട്ടൊക്കെ നമ്മുടെ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറുന്നെങ്കിൽ ഞാനത് സ്വമനസ്സാ സമർപ്പിക്കുകയാണ്. പറയാൻ ധൈര്യമുണ്ടോ? ഇതൊക്കെ ജീവിതത്തിന്റെ ദുരന്തത്തേക്ക് എൻ്റെ ആരാധനയായിട്ട് ഞാൻ സമർപ്പിക്കുന്നെന്ന്. കർത്താവെ ആരാധിച്ചുകൊണ്ട് ഈ സഹനം ഏറ്റെടുക്കാൻ
ദൈവമേ നിന്നെ സ്തുതിച്ചുകൊണ്ട് ഈ വേദനകൾ ഏറ്റെടുക്കാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ സഹനങ്ങളൊക്കെ ഒരു ദൈവകൽപ്പനയാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു തരുന്നത്. ധ്യാനിച്ചാല് ദൈവ പൈതലെ നിന്റെ ജീവിതത്തിന്റെ വിസ്മയങ്ങൾ നീ പ്രകാശമാനമാകുന്ന നീ കാണും. ഇതെന്റെ ദൈവത്തിന്റെ എൻ്റെ പിതാവിന്റെ കൽപ്പനയാണ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ. ജീവിതത്തെ മുഴുവൻ ഒരു ദൈവകൽപ്പനയായിട്ട്, ജീവിതത്തെ മുഴുവൻ ഒരു ദൈവത്തിന് ഇഷ്ടമായിട്ടൊക്കെ കാണാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വീട്ടിൽ വെള്ളം കയറി ഇറങ്ങുക എന്നുള്ള ദൈവത്തിന് ഇഷ്ടമാണെങ്കിലോ, എന്റെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് കറണ്ട് ഇല്ലാതിരിക്കുക ദൈവത്തിന് ഇഷ്ടമാണെങ്കിലോ, എന്റെ വീട്ടിൽ ഒരാൾ രോഗിയായിട്ടിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൽപ്പനയാണെങ്കിലോ, പറഞ്ഞു വരുന്നെങ്കിൽ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ആമേൻ എന്നുള്ള ഉത്തരമാണ് പരീക്ഷയ്ക്ക് 100ൽ 100 കിട്ടാനുള്ള ഉത്തരം. നിന്റെ ജീവിതത്തിന്റെ പരീക്ഷയ്ക്ക് നിനക്ക് ഉത്തരം കിട്ടണമോ? ഉത്തരം പഠിപ്പിച്ചു തരാം. ആമേൻ. ദൈവഹിതത്തിലുള്ള ആമേനാണ് നിന്റെ പരീക്ഷ. അറിയില്ലെന്നോ അല്ല എന്നോ എന്തുകൊണ്ടെന്നോ ഉള്ളതൊന്നും ഉത്തരങ്ങളല്ല. ജീവിതത്തിന്റെ പരീക്ഷയിൽ നമ്മൾ ഇടുന്ന ഉത്തരങ്ങൾ എന്തുകൊണ്ട് ദൈവമേ, എന്നോട് എന്തിന് ദൈവമേ, ഞാൻ എന്ത് ചെയ്തിട്ട് അല്ലെന്ന്. ആമേൻ, ആമേൻ. ജീവിതത്തിന്റെ ഓരോ അവസ്ഥകൾക്കും ആമേൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നീ ധീരനായിട്ട് മാറും. നീ ഒരു ദൈവ പൈതലായിട്ട് മാറും. നിന്റെ ആമേനാണ് നിന്റെ ധൈര്യമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ ഒരു ഗ്രാൻഡ് ഫാദർ ഇവിടെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, വെച്ചു എൻ്റെ മകള് അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ട് അവര് വിദേശത്തായിരുന്നു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഗർഭിണിയായി. 3 മാസം ഗർഭിണിയാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ വിളിച്ചെന്ന് കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ചെക്കപ്പിൽ അവർക്കൊരു സംശയം തോന്നി. നാട്ടിലിപ്പം വന്നിട്ടുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം 3 മാസം പ്രായമുള്ള കുഞ്ഞ് അത് മന്ദബുദ്ധിയാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മാവിട്ട് നിലവിളിക്കുന്ന ഒരു ഗ്രാൻഡ് ഫാദറിന്റെ വല്യപ്പനെയാണിത്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ പ്രസവിക്കാൻ ധൈര്യമുള്ള, വളർത്താൻ ധൈര്യമുള്ള അത്ര പേര് വന്നിട്ടുണ്ടോ? അവള് പറഞ്ഞത്ര എന്റെ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. ഞാൻ പറഞ്ഞു, മോളെ നിന്റെ കുഞ്ഞ് മന്ദബുദ്ധിയല്ല. ഡോക്ടർമാരല്ല എഴുതുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നിന്റെ കുഞ്ഞ് നോർമൽ ആയിട്ടുള്ള കുഞ്ഞിനെ നീ പ്രസവിക്കാൻ പോവുക. ജീവിതത്തെ മുഴുവൻ ആമേനെന്ന ഒരു കുർബാനയായിട്ടൊക്കെ ജീവിതത്തെ കണ്ടു കഴിഞ്ഞാൽ അവസാനത്തെ ആശീർവാദം, കുരിശ് വരച്ചൊരു ആശീർവാദം കണ്ടിട്ടില്ലേ നിങ്ങൾ? കുർബാന തീരുമ്പോൾ കുരിശ് വരച്ചൊരു ആശീർവാദമല്ലേ? നിന്റെ ജീവിതത്തിൽ ദൈവം കുരിശ് വരച്ചു തരുന്ന ആശീർവാദമായിട്ട് നിന്റെ സങ്കടങ്ങളെയും വേദനകളെയും നിനക്ക് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ ആമേൻ പറയാൻ. ദൈവങ്ങളെ എഴുന്നേറ്റ് ജീവിതത്തിൽ ഏതെങ്കിലും സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വേദനയോ ഏതെങ്കിലും തകർച്ചയോ ഏതെങ്കിലും പരാജയത്തിലോ ആണെങ്കിൽ ഇരുകരങ്ങൾ ഉയർത്തി എന്ന് വിളിച്ച് യേശുവേ, ഇരുകരങ്ങൾ ഉയർത്തി വിളിച്ച് യേശുവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ